ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കു കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് ഉപയോഗിച്ചുള്ളൊരു വടയാണ്. അതിലേക്ക് ആവശ്യമായി എടുത്തിരിക്കുന്ന ഉഴുന്നാണിത്. ഇത് കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം ഒരരിപ്പ പാത്രത്തിൽ വെള്ളം തോരാൻ വെക്കണം. ഒട്ടും തന്നെ ഇതിനകത്ത് വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടതും. ഇനി അതിലേക്ക് ആവശ്യമായി എടുത്തിരിക്കുന്നത് കുറച്ച് ചോറ്, സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി കുറച്ച്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് ഉള്ളി ചേർത്ത് വേണം അരച്ചെടുക്കാൻ. വെള്ളം ഒട്ടും തന്നെ ഇതിൽ ചേർക്കരുത്. അരമണിക്കൂർ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി തിളയ്ക്കാൻ വെക്കാം. ഇനി നമുക്ക് തയ്യാറായി വെച്ചിരിക്കുന്ന മാവ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ ഒന്ന് നനയ്ക്കണം. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കൈ നനയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൈ നനച്ചതിന് ശേഷം ഉരുളകളാക്കിയിട്ട് നടുക്കൊരു ഹോളുണ്ടാക്കിയതിന് ശേഷം ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതിപ്പോൾ ഒരു വശം ഒരു വശം പയ്യൊന്നതായി കഴിയുമ്പോഴേക്കും നന്നായി മൊരിയൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പല പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അല്ലാതെ ഒറ്റ ഇതിൽ മൊരിയാൻ നോക്കി നിന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ പാകമാകുമ്പോഴത്തേക്ക് ഒന്നും തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ആ ഭാഗം ഇതുപോലെ ആകുമ്പോഴത്തേനും വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഗോൾഡൻ നിറമാകുന്നത് വരെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരുവിധം ഗോൾഡൻ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ വടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ വടയാണ്. ഇത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കുക. വളരെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. നിങ്ങളിത് പോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.